ധർമ്മത്തിൻ്റെ ദീപം തെളിയും ഭൂമിയിൽ. ദ്രൗപദിയുടെ സ്വയംവരത്തിന് ശേഷം ഒരു സത്യം മുഴുവൻ ആര്യാവർത്തത്തെയും ഞെട്ടിച്ചു. പാണ്ഡവർ ജീവനോടെയിരിക്കുന്നു. ഹസ്തിനാപുരം അതിശയത്തിലായി. ഭീഷ്മൻ സന്തോഷിച്ചു. വിതുരൻ ആശ്വാസപ്പെട്ടു. ധൃതരാഷ്ട്രൻ മൗനമായി നിന്നു. പക്ഷേ ദുര്യോധനന്റെ ഹൃദയത്തിൽ അസൂയ വീണ്ടും തീ പിടിച്ചു. അവർ തിരികെ വന്നു അല്ലേ? ഇപ്പോൾ അവരെ നേരിടാതെ വഴിയില്ലാതായിരിക്കുന്നു. രാജ്യത്തിൽ കലഹം ഒഴിവാക്കാൻ ഭീഷ്മനും വിതുരനും ഉപദേശിച്ചു. രാജ്യം വിഭജിക്കണം. അവസാനം ധൃതരാഷ്ട്രൻ തീരുമാനിച്ചു, ഹസ്തിനാപുരത്തിൻ്റെ പ്രധാന ഭാഗം കൗരവർക്ക്, പാണ്ഡവർക്ക് നൽകിയത് കാണ്ഡവപ്രസ്ഥം, ഒരു കാട്ടുപ്രദേശം, പാറകളും മുള്ളുകളും നിറഞ്ഞ ഉപയോഗമില്ലാത്ത ഭൂമി. ദുര്യോധനൻ മനസ്സിൽ ചിരിച്ചു. ഇതാണ് അവരുടെ രാജ്യം. പക്ഷേ പാണ്ഡവർ നിരാശരായില്ല. ശ്രീകൃഷ്ണൻ അവരുടെ കൂടെയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ആ കാട്ടിനെ അവർ ഒരു സ്വർഗനഗരമാക്കി മാറ്റി. ഇത് ഇന്ദ്രപ്രസ്ഥം, സൗന്ദര്യവും സമൃദ്ധിയും ശക്തിയും നിറഞ്ഞ പുതിയ രാജ്യം. യുധിഷ്ഠിരൻ രാജാവായി. പ്രജകൾ സന്തോഷത്തോടെ ജീവിച്ചു. അർജുനനും കൃഷ്ണനും ചേർന്ന് കാണ്ഡവവനം ദഹിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് മായാസുരൻ. അവൻ നന്ദിയോടെ പാണ്ഡവർക്കായി ഒരു അത്ഭുത സഭ പണിതു, മായാസഭ. അതൊരു കൊട്ടാരമല്ല, ഒരു വിസ്മയമായിരുന്നു. വെള്ളം പോലെ തോന്നുന്ന നിലം, നിലം പോലെ തോന്നുന്ന വെള്ളം, കണ്ണുകളെ പോലും വഞ്ചിക്കുന്ന മായാജാലം. ഒരു ദിവസം ദുര്യോധനൻ മായാസഭ കാണാനെത്തി. അവൻ്റെ കണ്ണുകൾ അസൂയ കൊണ്ട് നിറഞ്ഞു. ഇത്രയും മഹത്വം ഇവർക്കോ? അവൻ നടന്നു കണ്ടു. നിലമെന്ന് കരുതിയത് വെള്ളമായിരുന്നു. അവൻ നേരെ വെള്ളത്തിലേക്ക് വീണു. സഭയിൽ ചിരി മുഴങ്ങി. ദ്രൗപദിയുടെ ചിരി അവൻ്റെ ഹൃദയത്തിൽ അമ്പായി തറച്ചു. അവൾ ഇങ്ങനെ പറഞ്ഞു, അന്ധൻ്റെ മകൻ അന്ധനല്ലാതെ എന്ത്? ആ നിമിഷം ദുര്യോധനൻ്റെ മനസ്സിൽ ഒരു ഭീകര പ്രതിജ്ഞ ജനിച്ചു. അപമാനം അവൻ ഒരിക്കലും മറക്കില്ല. ഈ ചിരിക്ക് ഞാൻ പ്രതികാരം ചെയ്യും. ആ ദിവസം മായാസഭയിൽ വീണത് ദുര്യോധനൻ്റെ ശരീരം മാത്രമല്ല, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള അവസാന യുദ്ധത്തിൻ്റെ വിത്തും അവിടെ വിതയ്ക്കപ്പെട്ടു. ശകുനി അവൻ്റെ അടുത്തേക്ക് വന്നു. കണ്ണുകളിൽ കാപട്യത്തിൻ്റെ തെളിച്ചം. വാളാലല്ല, പാശകേളിയാൽ ജയിക്കാം. അങ്ങനെ മഹാഭാരതത്തിലെ ഏറ്റവും അപകടകരമായ കളി ആരംഭിക്കാനിരിക്കുകയായിരുന്നു.